ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ വേദ അമ്മയോട് പറയും. അപ്പോൾ ഞാൻ അങ്ങ് ഇറങ്ങാം അമ്മേ, ബാഗൊക്കെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ മാഷ് വയ്ക്കും, വേദ എങ്ങോട്ടാണ് പോകുന്നത്? വേദ പറയും വീട്ടിലേക്ക്. നന്ദിനിക്കും വേദയുടെ വീട്ടിലേക്കോ? വേദ പറയും വേറെ ഏത് വീട്ടിലേക്ക് നന്ദിനി അടുത്ത്? ശ്രീജ വയ്ക്കും, ഇപ്പം എന്തിനാ അങ്ങനെ ഒരു തീരുമാനം? വേദ പറയും ഇതാണ് അതിന് വേണ്ട സമയം ശ്രീജ എടുത്ത്. ശ്രീജ പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേദ പറയും എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ തല താഴ്ത്തി നിൽക്കാണ് സങ്കടത്തില്. വിഷം ചോദിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? വേദ പറയും ഇനിയും കാത്തിരിക്കുന്നതിന് അർത്ഥമില്ല വിശ്വേട്ടാ. മല കയറി തിരിച്ചു വന്ന വിക്രം ഇനി ചെയ്യാൻ പോകുന്നത് ശ്രീകാര്യം ശ്രീനിവാസന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാ. എത്ര പറഞ്ഞാലും വിക്രമിന് അയാളെ പിരിഞ്ഞ് വരാൻ പറ്റില്ല. ഇനി അത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. നന്ദിനിക്ക് മാത്രം സന്തോഷമുണ്ട്. വിനായകൻ പറയും വിക്രം അയാളുടെ കൂടെ ആദ്യമായിട്ടല്ലല്ലോ. വേദ പറയും അത് അവസാനിക്കാത്ത ബന്ധാണെന്ന് ഉറപ്പായപ്പോഴും ഞാൻ ഇങ്ങനെ തീരുമാനിച്ചത്. മാഷയ്ക്കും എന്ന് വെച്ചാ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പടിയിറങ്ങി പോവാണെന്നാണോ? വേദ കരഞ്ഞോണ്ട് പറയും അറിയില്ല, തൽക്കാലം ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ മാർഗമില്ല. ശ്രീജയ്ക്കും എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ? അപ്പോ അമ്മയൊന്നും മിണ്ടാതെ നിൽക്കണേ. വേദ അകത്തേക്ക് പോകും. പോയി ബാഗ് എടുത്ത് ഇറങ്ങി വരാട്ടോ. ഈ ഒരു കാഴ്ച എല്ലാവരെയും സങ്കടത്തിലാക്കുന്നുണ്ട്. വേദ കരഞ്ഞ് മാഷ്ട അടുത്ത് വന്ന് ബാഗ് അവിടെ വെച്ചിട്ട് പറയും എന്നോട് പൊറുക്കണം, എനിക്കിവിടെ നിൽക്കാൻ കഴിയാഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അപ്പൊ മാഷു പറയും നിനക്കിവിടെ നിൽക്കാൻ കഴിയാതെയാണ് നീ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകും, പക്ഷേ അതിന് പറഞ്ഞ കാരണമാണ് മനസ്സിലാവാത്തത്. ശുചീന്ദ്രത്ത് വെച്ച് ശയന പ്രദക്ഷിണം കഴിഞ്ഞ് വിക്രമിനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ അവനെ പ്രതി ആഗ്രഹിക്കാത്ത പലതും ആ നിമിഷം ആഗ്രഹിച്ചിരുന്നു. അതാണ് നീ ഇപ്പൊ പോകുന്നതോടെ ഇല്ലാതാവുന്നത്. അവന്റെ ഭാര്യ എന്ന പേരിൽ ഇത്രയും കാലം നീ ഈ വീട്ടിൽ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു. അവന്റെ ഈ ശബരിമല യാത്ര കഴിയുന്നതോടുകൂടി അതിനെല്ലാം അവസാനം ഉണ്ടാകുമെന്ന്, അവനൊരു കുടുംബമായി മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അന്ന് ശുചീന്ദ്രത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആ ദിവസങ്ങളിലാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം എടുത്തതെന്ന് എനിക്കറിയാം. അത് ശ്രീകാര്യ ശ്രീനിവാസന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനമാണെങ്കിൽ ശരി, ആ തീരുമാനത്തിന് വിക്രം പിന്മാറുന്നേ ഞാൻ ഉറപ്പു തരാം. വേദ കരഞ്ഞുകൊണ്ട് പറയും വേണ്ടച്ചാ, എനിക്കിനി അതിൽ പ്രതീക്ഷയില്ല. അതും പ്രതീക്ഷിച്ച് ഇനി ഒരു ദിവസം പോലും പാഴാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ആരും വിളിക്കാതെയാ ഞാൻ വന്നത്. ആരും പറയാതെ തന്നെ ഞാൻ പോവാന്ന് കരുതിയാൽ മതി. ഇത്രയും കാലത്തിനിടയില് അച്ഛനും വിക്രവും തമ്മിലുള്ള മഞ്ഞുരുകിയല്ലോ, എനിക്ക് സന്തോഷിക്കാൻ അത് മതി. മാഷു പറയും അതിനുവേണ്ടി നിന്റെ വിലപ്പെട്ട ജീവിതം ഒരു വർഷക്കാലത്തേക്ക് ത്യജിക്കാന്ന് പറഞ്ഞത് വിരോധമില്ല, പക്ഷേ ഞങ്ങളോടത് വിശ്വസിക്കാൻ ആവശ്യപ്പെടരുത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച എന്തെങ്കിലും കാരണം കൊണ്ടാണ് നിന്റെ ഈ തീരുമാനമെങ്കിൽ അതിനോട് പറയാൻ നീ തയ്യാറാണോ? വേദ കരഞ്ഞിട്ട് പറയും പറയാൻ പറ്റാതെ വിങ്ങുന്നുണ്ട്. അല്ല, ഇത് നാളുകളായിട്ടുള്ള ആലോചനയാണ്. ഇപ്പോ അതിനുള്ളൊരു ദിവസം വന്നേ ഉള്ളൂ. ഇനിയും സംസാരിച്ചു നിൽക്കുന്നില്ല. ശ്രീജടുത്തി ഒന്നും മറന്നിട്ടല്ല പോകുന്നത്. ഇനിയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. വിഷം ചോദിക്കും വേദേ, അപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം വലിയ തെറ്റാണെന്ന് വേദയ്ക്ക് ബോധ്യപ്പെട്ടു എന്നാണോ? എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല വിശ്വേട്ടാ. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. വരട്ടെ. ശേഷം കമലയുടെ കൈ പിടിക്കും. വരട്ടെ അമ്മേ. അങ്ങനെ ബാഗ് വേദ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കമലമ്മ കരഞ്ഞുകൊണ്ട് അത്തേക്ക് പോവും. വേദ അതൊന്നും ശ്രദ്ധിക്കാതെ ബാഗ് എടുത്ത് പോവാൻ തുടങ്ങുമ്പോ മാഷ് പിറകുന്ന് വിളിക്കും മോളെ. അടുത്ത് നിന്നിട്ട് പറയും നിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഞാൻ അറിയുന്ന നിമിഷം വരും. അന്ന് ഞാൻ നിന്നെ കാണാൻ വരും, നീ എവിടെയായാലും എന്ന് പറഞ്ഞ് മാഷു അത്തേക്ക് കയറി പോവാണേ. വേദയ്ക്ക് സങ്കടാവുന്നുണ്ട്. കരഞ്ഞു പോവാൻ തുടങ്ങുമ്പോ നന്ദിനി വിളിക്കും വേദേ, നല്ല വെയിലുണ്ട്, പോരാത്തതിന് കയ്യിലൊരു ബാഗും വിനേട്ടം വേണമെങ്കിൽ വണ്ടി വിളിച്ചു തരും. സാരല്ല നന്ദിനി എടുത്തി, കുറെ കാലം തണർത്തിരുന്നതല്ലേ, ഇനി കുറച്ചു കാലം വെയിൽ കൊള്ളാൻ തീരുമാനിച്ചിട്ട് തന്നെയാ ഈ പടി ഇറങ്ങണത്. ഒരുപക്ഷെ ഇനിയും ഒരു തണൽ കണ്ടെത്തിയാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദ എവിടുന്ന് പോകുന്നത്. ശ്രീജ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവും. പിന്നാലെ വിനായകനും. നന്ദിനിക്ക് മാത്രം ഭയങ്കര സന്തോഷം. വിനയൻ വിഷമമുണ്ട്. നന്ദിനി പറയും വിനയേട്ടാ, എനിക്കിപ്പോ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഓർമ്മ വരണേ, ഏതാന്ന് മനസ്സിലായോ? വിനായകൻ പറയില്ല. മണ്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി അയലസ. വിനായകൻ ഇങ്ങനെ അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മിണ്ടാതെ അവിടെ നിൽക്കണേ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കണത് വേദ തിരികെ വീട്ടിലേക്ക് വരണേ. ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ദീപ്തി കാണും. ചേച്ചി എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരണേ. വേദ ആ ഗേറ്റ് തുറക്കുന്നത് സങ്കടത്തോടെയാ. അങ്ങനെ ദീപ്തി താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയും അച്ഛാ ഇതാ ചേച്ചി വരുന്നുണ്ട്, കയ്യില് പെട്ടിയും ബാഗൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും. ശ്രീകാന്തിന് കാര്യം അറിയാലോ. അങ്ങനെ വർഷം വന്ന് നോക്കും. അതേ അമ്മേ വേദയാ. അങ്ങനെ എല്ലാരും പുറത്തേക്ക് വരാ. വർഷയ്ക്കും ഇതെന്താ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട്? വേദ അറിയും ഞാൻ ഉപയോഗിച്ച കിടക്ക ഇവിടെ തന്നെ ഉണ്ട്, ഇത് പെട്ടിയും കുറച്ച് വസ്ത്രങ്ങളേ ഉള്ളൂ. ശ്രീകാന്ത് വന്നിട്ടേക്കും എന്താ വർഷ? വന്ന് കയറുമ്പോഴേക്കും നീ അവളെ ചോദ്യം ചെയ്യാൻ നിൽക്കണം. കയ്യില് പെട്ടിയും ഡ്രസ്സായിട്ട് നിൽക്കുന്നത് കാണുമ്പോ അറിഞ്ഞൂടെ അവളിങ്ങോട്ട് തിരിച്ചു വന്നതാണെന്ന്? അല്ല വേദ. വേദ ദേഷ്യത്തിലാ നോക്കണേ. ദീപ്തിക്കും ആണോ ചേച്ചി? ചേച്ചി ഇവിടെ താമസിക്കാൻ വന്നാണോ? വേദ പറയും അതെ ദീപ്തി, അച്ഛനും അമ്മയും അനുവദിച്ചാൽ മാത്രം. പത്മം പറയും എന്ത് വർത്താന വേദ, ഇത് നിന്റെ വീട് തന്നെയല്ലേ, നീ അകത്തേക്ക് വാ. അപ്പൊ വേദ ഇങ്ങനെ അച്ഛനെ നോക്കുകയാണേ. അച്ഛനും തുറച്ചു നോക്കുന്നു എന്നല്ലാണ്ട് ഒന്നും പറയണില്ല. അപ്പോ വർഷ പറയും വരുന്നതൊക്കെ ശരി, പക്ഷെ വന്നത് ആ ബന്ധം അവസാനിച്ചിട്ടാണോ അതോ വെറുതെ താമസിക്കാൻ വന്നതാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോ ശ്രീകാന്ത് പറയും അത് അന്വേഷിക്കാൻ നീ ആരാ? ചോദിക്കേണ്ടവര് ചോദിച്ചോളും.
അപ്പൊ പത്മവും പറയും, അതിനൊക്കെ ഇനിയും സമയമില്ലേ, പുറത്ത് നിർത്തിയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുക. വാ മോളെ, മോളത്തേക്ക് വാ. അപ്പോഴും വേദ അച്ഛനെ നോക്കുന്നത്. അങ്ങനെ ഒന്നും പറയണില്ല. വർഷ പറയും, ഇത് വേദയുടെ കൂടെ വീടല്ലേ, പിന്നെ ഞാനതിന് തടസ്സം പറയണോ? ദീപ്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വർഷ പറയും, പക്ഷെ അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു, അത് ചെയ്യാതെ സമ്മതം പറയുന്ന എനിക്ക് തോന്നുന്നില്ല. ദീപ്തിക്കും എന്ത് കാര്യം? വർഷ പറയും, ഈ വീടിനകത്തേക്ക് കയറണമെങ്കിൽ വേദ അവൻ കെട്ടിയ താലി പൊട്ടിച്ചെറിയണമെന്ന്. അപ്പൊ ദീപ്തി അറിയതേ തുടങ്ങി താലി മഹാത്മ്യം. നിങ്ങൾക്ക് ഇതിനെ സമയമുള്ളൂ. ചേച്ചി വാ ചേച്ചി, അച്ഛനൊന്നും പറയില്ല. കയറി വാ മോളെ. അപ്പോഴും വേദ ഒന്നും പറയുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. ശങ്കരൻ വേദയെ നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറിപ്പോവും. അപ്പൊ പത്മം വിളിക്കും, ശങ്കരേട്ടാ. ഇവളെ ശങ്കരേട്ടന്റെ മറുപടിക്ക് കാത്തു നിൽക്കുക. ശ്രീകാന്ത് പറയും, അച്ഛൻ അവളെ അകത്തേക്ക് വിളിക്കണം, അവളവനെ ഉപേക്ഷിച്ചിട്ട് വന്ന് നിൽക്കുക. അപ്പോ ശങ്കരൻ ചോദിക്കും, അത് നിനക്കെങ്ങനെ അറിയാം? ആദ്യം ശ്രീകാന്ത് പേടിക്കും, അല്ലെങ്കിൽ അല്ല ഇവള് ഇങ്ങനെ ബാഗ് വന്ന് നിൽക്കാൻ തയ്യാറാവില്ലല്ലോ. വേദ പറയും, ഞാൻ ആ വീട് വിട്ട് ഇറങ്ങി വന്നു, വിക്രവുമായി പ്രശ്നം ഉണ്ടായിട്ടോ ആ വീടുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടോ അല്ല, ഇനി അവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ ശ്രീകാന്തിനെ നോക്കും. അതൊരുപാട് പേരെ സങ്കടപ്പെടുത്തുന്നു തോന്നിയതുകൊണ്ട് മാത്രം. അനുവാദം ഇല്ലെങ്കിൽ തിരിച്ചു പോവാനും എനിക്ക് പ്രശ്നമില്ല. ശ്രീകാന്ത് പറയും, നീ എന്ത് വർത്താന വേദായി പറയണേ? അച്ഛന് എതിർപ്പൊന്നുമില്ല, നീ അത്തേക്ക് വാ. അപ്പോഴും ശങ്കരൻ ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ പറയണേ, ഈ വീട് പണിതത് പാരമ്പര്യമായി കിട്ടിയ പുരയിടത്തിലാണ്. ഈ കുടുംബത്തിന്റെ സ്വത്തും സ്ഥാപനങ്ങളും എന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയതാ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ വില്ലിൽ പേരക്കുട്ടിയായ ഇവൾക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ആരുടെയും അനുവാദം കാത്ത് അവളെ ഈ മുറ്റത്ത് നിൽക്കേണ്ടതില്ല, എന്റേതടക്കം. അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ശങ്കരനകത്തേക്ക് കയറി പോവാണ്. ഇങ്ങതാ ചേച്ചി ബാഗ് എന്ന് പറഞ്ഞ ദീപ്തി അത് വാങ്ങിക്കണേ. വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പത്മം വേദയകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അത് കഴിഞ്ഞാൽ ശ്രീകാന്ത് പോകാൻ തുടങ്ങുമ്പോൾ വർഷം പറയും, ഓ ഇത്രയും നാണക്കേടുണ്ടാക്കി അവൾ ഇറങ്ങിപ്പോയിട്ടും അച്ഛന്റെ മനസ്സിൽ അവൾക്ക് വലിയ സ്ഥാനമാണല്ലേ എന്ന് പറഞ്ഞിട്ട് വർഷത്തേക്ക് കയറി പോവും. ശ്രീകാന്ത് ഇങ്ങനെ നിന്ന് ചിരിക്കുക. അങ്ങനെ വേദയും കൂട്ടി അമ്മയും ദീപ്തി അകത്തേക്ക് പോവാട്ടോ. നിന്റെ റൂം അങ്ങനെ തന്നെ ഉണ്ട്, ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ വേദ പറയും, താങ്ക്സ്. ദീപ്തി പറയും, ചേച്ചി വിക്രം ചേട്ടനുമായിട്ട് അടിയുണ്ടാക്കി വന്നതല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അപ്പോഴേക്കും വർഷം വന്നിട്ട് വയ്ക്കും, അതെന്താ ദീപ്തി അങ്ങനെ ഒരു ചോദ്യം? അഥവാ ആണെങ്കിൽ നിന്റെ കാര്യം പോക്കാണല്ലോ എന്ന് ഓർത്തിട്ടാണോ? അല്ല, ഇവളും വിക്രവും ആയിരുന്നല്ലോ നിന്റെ ഹംസങ്ങള്. ദീപ്തി പറയും, എന്താ സംശയം? എന്റെ കൂടെ ആ കാര്യത്തിൽ നിന്നത് ഇവര് തന്നെയാണ്, ഇനി ഇവർ കൂടെ ഉണ്ടാവുകയും ചെയ്യും. പത്മം പറയും, നീ ഒന്ന് വായടക്ക് ദീപ്തി, അച്ഛനുണ്ട് കേൾക്കണ്ട. ദീപ്തി പറയും, ഞാൻ മറച്ചു വെക്കേണ്ടതല്ലോ പറഞ്ഞത്, എന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുള്ളതാ. അതിന് വേദച്ചിയുടെയും വിക്രം ചേട്ടന്റെയും സപ്പോർട്ടും ഉണ്ട്. വർഷയും പുര കത്തുമ്പോഴാ അവളുടെ ഒരു വാഴവെട്ടല്. എന്റെ ദീപ്തി, നിന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞവരെ ഇപ്പൊ അടിച്ചു പിരിഞ്ഞു എന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാവോ? ദീപ്തിക്കും, ആണോ വേദച്ചി? വേദിച്ച് കുറച്ചു ദിവസം നിക്കാൻ വന്നതല്ലേ? വർഷം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടേ ഓണത്തിന് പോലും വന്ന് നിക്കാത്തവളാ ഇപ്പോ വരാൻ നിന്നത്. അപ്പോ വർഷേനെ എങ്ങനെ ദീപ്തിയും വേദയും നോക്കൂട്ടോ. അമ്മ പറയും, അവള് വന്ന് കരയതല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ അനാവശ്യമായി സംസാരിക്കണേ? വേദ പറയും, ഞാനും എന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും വർഷയുടെ വിഷയമല്ലാതെ, പിന്നെ എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഞാനത് ആ സമയത്ത് തീരുമാനിച്ചോളാം. അതും വർഷയെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തൽക്കാലം എന്നെ ഒന്ന് ഫ്രീ ആക്കി വിട്ടാ കൊള്ളായിരുന്നു. ആ ബാഗ് ഇങ്ങത്താ മോളെ. അപ്പൊ ദീപ്തി കൊടുക്കും. എന്നിട്ട് അമ്മയോട് പറയും, കുറച്ചു സമയം എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമായിരുന്നു പ്ലീസ്. അപ്പൊ അമ്മ ഇങ്ങനെ തലയാട്ടും. അങ്ങനെ അതും പറഞ്ഞ് വേദ ആ റൂമിലേക്ക് പോവാണ്. ദീപ്തിക്കും, അമ്മേ വേദിച്ചിട്ട് പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? വർഷം അറിയാം, എന്ത് പ്രശ്നം? അവൾ അവനായിട്ട് ഉടക്കി കാണും. ഒരു വർഷം കൊണ്ട് അവന്റെ തനിനിറം തിരിച്ചറിഞ്ഞു കാണും. ദീപ്തി അറിയും, വിക്രം ചേട്ടനുമായിട്ട് വേദിച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ദീപ്തി അറിയും, അവർ തമ്മിലുള്ള ബോണ്ടിങ്ങെ ഞാൻ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളതാ. പരസ്പരം റെസ്പെക്ട് ഇല്ലാതെ വരുമ്പോഴാ ആൾക്കാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്നത്. അവർക്കിടയിൽ അതുണ്ട്. പത്മം പറയും, പിന്നെ ആരോട് വഴക്കിട്ടിട്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുക? ആ വീട്ടുകാരോടോ? ദീപ്തി അറിയും, അതിനൊരു സാധ്യതയില്ല. പത്മം ചോദിക്കും, പിന്നെ? ദീപ്തി പറയും, അറിയില്ല, ഏതായാലും വന്നതല്ലേ ഉള്ളൂ, കുറച്ച് വിശ്രമിക്കട്ടെ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടുന്ന് പോവാട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലാട്ടോ. അവിടെ വിഷുവും ശ്രീജയും തമ്മിൽ എങ്ങനെ സംസാരിക്കണേ. വിഷം പറയും, ഇങ്ങനൊരു ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശ്രീജ പറയും, അതെ, പോവാൻ തീരുമാനിച്ച കാര്യം വേദ അമ്മയോട് പറഞ്ഞിരുന്നത്രേ. വിക്രം മലയ്ക്ക് പോകുന്ന ദിവസമായതുകൊണ്ട് അമ്മ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വിഷം പറയും, അവന് വിഷമാവെന്ന് കരുതിയിട്ടായിരിക്കും. എന്നാലും ഇത്ര അധികം ദേഷ്യം വിക്രമിനോട് ഉണ്ടാവാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? ശ്രീജ പറയും, ഇതിപ്പോ ഒരുപാട് കാലമായില്ലേ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തണമെന്ന് പറയണം. വിക്രം കേട്ടില്ലല്ലോ. ഇലക്ഷന്റെ കാര്യത്തിലും വിക്രമാണ് മുന്നിട്ട് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യം വന്നു കാണും. വിഷം പറയും, സമ്മതിച്ചു, പക്ഷേ അതിന് വിക്രം പോയി വരുമ്പോഴേക്ക് ഇറങ്ങി പോവാണോ വേണ്ടേ? നോക്ക് ശ്രീജ, ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ മുമ്പുണ്ടായിട്ടില്ലേ? അപ്പോഴൊന്നും അവൾക്ക് ഇത് തോന്നിയിട്ടില്ലല്ലോ. മാത്രല്ല, ഇവിടെ നിന്ന് ഇറങ്ങി വേദ തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നറിയുമ്പോ എന്റെ ശ്രീജ, എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. ശ്രീജ പറയും, അത് ആ കുട്ടിയുടെ വീടല്ലേ, അങ്ങോട്ടല്ലാണ്ട് പിന്നെ എങ്ങോട്ട് പോവാനാ? അത്യാവശ്യം പണം ആ കുട്ടിയുടെ ബാങ്കിലുണ്ട്, നല്ല ജോലിയുണ്ട്. ഒരു വിവാഹത്തിന്റെ പേരിലെ ആ വീട്ടിൽ നിന്ന് പിണങ്ങി നിന്ന വേദ വിക്രവുമായി പിണങ്ങിയാലേ തിരികെ അങ്ങോട്ട് പോവോ? അതിനാ കുട്ടിയുടെ അഭിമാനം സമ്മതിക്കുന്നത് തോന്നുന്നുണ്ടോ തനിക്ക്? ശ്രീജ അപ്പോഴും പറയും, ഏതായാലും സ്വന്തം വീടല്ലേ, ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കൈ നീട്ടി സ്വീകരിക്കാൻ അച്ഛനും അമ്മയും ആങ്ങളെയും തയ്യാറായി നിൽക്കുമ്പോ തിരിച്ചില്ലെന്ന് തോന്നില്ലേ?
വിഷം പറയും സാധാരണ കുട്ടികൾക്ക് തോന്നായിരിക്കും, പക്ഷെ വേദയ്ക്ക് തോന്നില്ല. ശ്രീജ പറയും എന്നിട്ടാണ് അവൾ അവിടേക്ക് പോയത്? വിഷം പറയും അതെനിക്ക് സംശയം തോന്നാൻ കാര്യം വിക്രമിനെ പാഠം പഠിപ്പിക്കാനാണെങ്കിൽ അവൾക്ക് ഏതെങ്കിലും വുമൺസ് ഹോസ്റ്റലിലേക്ക് പോയ പോരെ. അച്ഛനും വിക്രമും തമ്മിലുള്ള പ്രശ്നം തീർന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അച്ഛൻ അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അച്ഛനെ ധിക്കരിച്ച് വിക്രം എന്തെങ്കിലും ചെയ്യുന്നു തോന്നുന്നുണ്ടോ ശ്രീജയ്ക്ക്? അപ്പോ വിഷം പറയും ഇത് വിക്രം വരുമ്പോഴേക്കും അവൾ ധൃതി പിടിച്ച് ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നത്. എന്തിനെ? വിഷം പറയും അത് അവളോട് ചോദിക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശ്രീനിവാസന്റെ ഇലക്ഷന്റെ ചാർജ് ഏറ്റെടുത്തതിനല്ല വേദയെ ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. ആ വിഷയം അവളൊരു കാരണമായി എടുത്തന്നേ ഉള്ളൂ. നമുക്കറിയാത്ത എന്തോ ഒന്ന് വേദയുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ശ്രീജയ്ക്കും വിക്രമിനോട് പോലും അവൾ വെളിപ്പെടുത്താത്ത കാരണം. വിഷം പറയും എന്തുകൊണ്ടായിക്കൂടാ? ശ്രീജയ്ക്കും അങ്ങനെയാണെങ്കിൽ വേദ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്നാണോ? അതവള് തീരുമാനം എടുത്തത് കാരണത്തിന്റെ ശക്തി പോലെ ഇരിക്കും. എന്തായാലും അവൻ പോയിട്ട് വരട്ടെ. ഇതിങ്ങനെ അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് ദിവസം തന്നോട് പോലും പറയാതെ അവൾ പോയെന്നറിഞ്ഞ വിക്രം വെറുതെ ഇരിക്കില്ലല്ലോ. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ കയറി ചെല്ലും, കാര്യം ചോദിക്കും. അപ്പൊ അവൾ എന്തു പറയുന്നറിയാം, യഥാർത്ഥ കാര്യം അപ്പ അറിയാം. ശ്രീജയും തലയാട്ടി നിൽക്കുക, നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അങ്ങനെ ശ്രീജ അതെടുക്കാനായിട്ട് അടന്നു പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും ഇതേക്കുറിച്ച് തന്നെ ആലോചിച്ച് നിൽക്കാട്ടോ. വിനായക റൂമിൽ വന്നൊന്നും അറിഞ്ഞിട്ടില്ല. എന്താടി ഇത്ര വലിയ ആലോചന? നന്ദിനി പറയും ഇത്രയും ഗംഭീരമായിട്ടൊരു കാര്യം നടന്നിട്ടും നിങ്ങൾക്ക് ആലോചിക്കാൻ തോന്നുന്നില്ല, എന്ത് സംഭവം? അപ്പോ നന്ദിനി പറയും വേദ പോയത് അത്ര വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ വിനേട്ട? എടി എനിക്ക് തോന്നിയിട്ട് എന്താ കാര്യം? നന്ദിനി പറയും എന്നാലും എന്തായിരിക്കും അതിന്റെ കാരണം? അതവള് പറഞ്ഞല്ലോ. നന്ദിനി പറയും വിക്രം ശ്രീനിവാസിനെ വിട്ടു പോരാൻ കൂട്ടാക്കാത്തതോ? വിനായകൻ പറയും അങ്ങനല്ലേ അവള് പറഞ്ഞത്. നന്ദിനി പറയും നിങ്ങൾ അതും വിശ്വസിച്ചിരിക്കുകയാണോ? ഈ വീട്ടിൽ ഒരാൾ പോലും അത് വിശ്വസിച്ചിട്ടില്ല. വിനായകൻ ചോദിക്കും അല്ലാതെ എന്ത് കാരണമുള്ളത്? നന്ദിനി പറയും അതാ ഞാനും ആലോചിക്കുന്നത്. ശുചീന്ദ്രത്തിന് മടങ്ങിയതിനു ശേഷം അവൾക്ക് ഈ പ്രശ്നം തുടങ്ങിയത്. വിനേട്ടന് ഓർമ്മയില്ലേ, അവിടെ വെച്ച് രണ്ടാളും അടയും ചക്കരയും പോലെയായിരുന്നു. ഒരുമിച്ച് കറങ്ങാൻ പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, എന്തൊക്കെയായിരുന്നു. തിരിച്ചു വന്നപ്പോ ആ ഇരിപ്പോഷം മാറിപ്പോയോ? വിനായകൻ പറയടി അതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യത്തിൽ ശുചീന്ദ്രത്ത് വെച്ച് നമ്മുടെ കാര്യം അവസാനിച്ചു എന്നാ ഞാൻ കരുതിയത്. അതുപോലെയായിരുന്നു അച്ഛന്റെ പെരുമാറ്റം. കാണാതായി കഴിഞ്ഞ് തിരിച്ചു കിട്ടി ബോധം വീണപ്പോഴേ ആദ്യം ഞാൻ കരുതി എന്താ അറിയോ, കടക്ക് പുറത്ത് എന്ന് എന്നോട് പറയുന്ന ഞാൻ കരുതിയത്. പക്ഷെ പലതും മറന്ന കൂട്ടത്തിൽ അച്ഛൻ അതും മറന്നു എന്നാ തോന്നുന്നത്. നന്ദിനി പറയും അച്ഛനൊന്നും മറന്നിട്ടില്ല. ആ കിടപ്പിന്ന് എഴുന്നേറ്റ അറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. എനിക്കെന്തോ എല്ലാം കൂടെ ആലോചിക്കുമ്പോ കലങ്ങി കിടക്കുന്ന പോലെ. വിനായകൻ ചോദിക്കും എല്ലാം കൂടെ എന്ന് വെച്ചാ? അങ്ങനെ അവരും വേദ പോയതിന്റെ കാരണം തേടി അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇത്ര റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്